ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മോഡുലർ കിച്ചൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഗ്യാസിൻ്റെ, അതായത് നമ്മൾക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ പ്ലഗ് പോയിൻറ്റ് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിത് വരുന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് സോക്കറ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് താഴെയൊന്നും കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കവർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ സോക്കറ്റ് കൊടുത്ത് വെച്ചേക്കുവാണ്. ഇതേപോലെ നമ്മൾ കണക്ഷൻ കൊടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മറിഞ്ഞിരിക്കുകയും ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഹോബ് സെറ്റ് ചെയ്യാനും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് കൺട്രോളിങ് വരുന്നത് ഈ ഭാഗത്തെ മെയിൻ ബോക്സിലായിരിക്കും ഇതിൻ്റെ സ്വിച്ച് കൺട്രോളിങ് വരുന്നത്. ഇവിടെ ഓൺ ആക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ ഒരു 2 മൊഡ്യൂളിൻ്റെ ബോക്സ് വെച്ച് കൊടുത്ത് സോക്കറ്റ് മാത്രം, ഒരു 16 ആംസിൻ്റെ സോക്കറ്റ് മാത്രം നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. കൺട്രോളിങ് തൊട്ടപ്പുറത്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ അടുപ്പുകൾ സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സെറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഹോബും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒരു കാര്യം. കാരണം ഇങ്ങനെ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഒതുങ്ങി ഇരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നമുക്കിരിക്കും. മേളിൽ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ലാമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഓപ്പണായിട്ട് അതിൻ്റെ ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് അതിൻ്റെ സോക്കറ്റിൻ്റെ കണക്ഷൻ കറക്റ്റായിട്ട് ഇതുപോലെ ഉള്ളിലായിട്ട് നമ്മൾ കൺസീലിംഗ് സമയത്ത് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു 2 മൊഡ്യൂളിൻ്റെ ബോക്സ് വെച്ച് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വയർ കേബിൾ ഇതേപോലെ ഓപ്പണായിട്ട് കിടക്കുന്നതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സെറ്റായിട്ട് കാണാത്ത രീതി നമുക്ക് ഇരിക്കും എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിന് നമ്മൾ മുൻകൂട്ടി തന്നെ കൺസീലിങ്ങിൻ്റെ സമയത്ത് തന്നെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കണം ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് തീരുമാനിച്ച് അവിടെ ഒരു പ്ലഗ് പോയിൻ്റൊക്കെ നമുക്ക് ഇട്ട് വെക്കുന്നത് ബെറ്ററായിട്ടൊരു ഓപ്ഷനാണ്. അത് മുൻകൂട്ടി ചിന്തിക്കണം. പിന്നെ പാർട്ടി എടുത്ത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാകും. പിന്നെയും നമ്മളത് അവിടെ നിന്ന് വെട്ടിപ്പൊട്ടിച്ച് ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്പോട്ട് നോക്കി മെഷർമെൻ്റ് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒരു ഉചിതമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒതുങ്ങിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.